Good morning, dear students. Today we are going to learn while, do while, break and continue statements in C++. So let's start. First we will see what is while statement. ഇതെല്ലാം conditional statement ആണ്. നമ്മൾ ഇപ്പൊ കുറേ പഠിച്ചു if else, switch, for. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് while. Okay, ഇതും ഒരു conditional statement ആണ്. ഇതാണ് while statementന്റെ syntax. അതായത് while condition. ലൂപ്പിൽ കയറുമ്പോൾ തന്നെ നമ്മൾ condition check ചെയ്യുന്നു. ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫോൾസ് ആണെങ്കിൽ പുറത്തു വരുന്നു. അല്ലേ? അതാണ് if condition true ആണെങ്കിൽ while ലൂപ്പിന്റെ ബോഡി ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫോൾസ് ആണെങ്കിൽ while ലൂപ്പിന് പുറത്തോ എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് സിന്റാക്സ് ആൻഡ് ഫ്ലോ ചാർട്ട്. ഇവിടെ നമ്മൾ while statement എക്സാമ്പിൾ കണ്ടിരിക്കുന്നത് പ്രോഗ്രാം ടു ഫൈൻഡ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് ഫോർ ലൂപ്പ് പഠിച്ചു. സോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ while ലൂപ്പോ ഫോർ ലൂപ്പോ ഡു while ലൂപ്പ് ഏത് ലൂപ്പ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കത് സോൾവ് ചെയ്യാം. അതായത് ഒരു ക്വസ്റ്റ്യൻ ഏത് ലൂപ്പ് വെച്ചിട്ട് ആക്ച്വലി ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് മാത്രം എഴുതിയാൽ മതി. സ്പെസിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. ഇവിടെ നമ്മൾ സ്പെസിഫിക് പറഞ്ഞിട്ടുണ്ട് while വെച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളുടെ മറ്റേ പ്രോഗ്രാം തന്നെയാണ്. ഫോർ ലൂപ്പ് എഴുതി കഴിഞ്ഞാൽ ഫോർ ബ്രാക്കറ്റിൽ നമ്മൾ ഇനിഷ്യലൈസേഷൻ, സെമികോളൻ കണ്ടീഷൻ, സെമികോളൻ ഇൻക്രിമെന്റ്, അതാണല്ലോ നമ്മുടെ പ്രൊസീജിയർ. ഇവിടെ നമ്മൾ അതിനെ 3 സ്ഥലത്തായിരിക്കും എഴുതുന്നത്. സോ ഇവിടെ ഡിക്ലറേഷന്റെ സ്ഥലത്ത് തന്നെ നമ്മൾ I is equal to 1 ഇനിഷ്യലൈസ് ചെയ്തു. കണ്ടോ? കണ്ടീഷൻ നമ്മൾ വയലിന്റെ കൂടെ കൂട്ടി. ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് നമ്മൾ ലൂപ്പിന് ഉള്ളിൽ എഴുതി. 3 സ്ഥലത്ത് എഴുതി. ഇനി നമുക്ക് നോക്കാം. n is a number, I is equal to 1. സോ നമുക്ക് n is a number, I is equal to 1, factorial is equal to 1 ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നമ്മൾ n ന്റെ വാല്യൂ നിങ്ങൾ വാങ്ങിച്ചു. ഏതിന്റെ ഫാക്ടോറിയൽ ആണോ ആ വാല്യൂ വാങ്ങിച്ചു. കണ്ടീഷൻ ചെക്ക് ചെയ്തു അല്ലെ? ആ ഐയുടെ വാല്യൂ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഐയുടെ വാല്യൂ എന്നിനെക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മൾ അകത്ത് വന്നു. ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഐ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? പ്ലസ് പ്ലസ് ഐ എന്നാണ് എഴുതിയേക്കുന്നത്. ഇവിടെ ഇപ്പൊ 2 മെത്തേഡിൽ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റും. പ്രീ ഇൻക്രിമെന്റ് ആൻഡ് പോസ്റ്റ് ഇൻക്രിമെന്റ്. സോ ഇത് ഐ പ്ലസ് പ്ലസ് ആണ് നമ്മുടെ പോസ്റ്റ് ഇൻക്രിമെന്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ കൺസിഡർ ചെയ്യും, ചെയ്ത ശേഷമേ ആഡ് ചെയ്യത്തുള്ളൂ. പ്ലസ് പ്ലസ് ഐ ആണെങ്കിലോ ഐയുടെ ബേസിക് വാല്യൂ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ആദ്യമേ തന്നെ ഇൻക്രിമെന്റഡ് വാല്യൂ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ ഐ ഓൾറെഡി നിങ്ങളുടെ ഒരു വാല്യൂ, ഫസ്റ്റ് വാല്യൂ ഈസ് ഓവർ, റൈറ്റ്? ഇനി നിങ്ങൾ അതിന്റെ ബേസിക് വാല്യൂ എടുക്കണോ? വേണ്ട. സോ അടുത്ത വാല്യൂ എടുക്കുക. അതാണ് പ്ലസ് പ്ലസ് ഐ നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും ലൂപ്പിൽ വന്നു. ലൂപ്പിൽ വന്നിട്ട് ഐയുടെ വാല്യൂ എന്നിനെക്കാളും ചെറുതാണ്. സോ വീണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ഇൻക്രിമെന്റ് ചെയ്ത് ഈ ലൂപ്പ് എപ്പോഴാണോ റോങ് ആവുന്നത് അപ്പൊ ഇതിന്റെ പുറത്ത് വന്നിട്ട് നമ്മളിവിടെ പ്രിന്റ് ചെയ്തു. സെയിം മെത്തേഡാണ്. നമ്മൾ 3 ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിഷ്യലൈസേഷൻ ഒരിടത്ത് എഴുതി, കണ്ടീഷൻ വേറൊരിടത്ത് എഴുതി, പിന്നെ ഇൻക്രിമെന്റ് നമ്മൾ വേറൊരിടത്ത് എഴുതി. ഈ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചോണം. ഐ പ്ലസ് പ്ലസും പ്ലസ് പ്ലസ് ഐയും തമ്മിലുള്ള ഡിഫറൻസ്. ഐ പ്ലസ് പ്ലസ് ആവുമ്പോൾ നമ്മൾ ഐ ആദ്യമേ എടുക്കും. അത് വെച്ച് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഇൻക്രിമെന്റ് വാല്യൂ വെച്ചിട്ട് ചെയ്യത്തുള്ളൂ. പ്ലസ് പ്ലസ് ഐ ആവുമ്പം നമ്മൾ ബേസിക് വാല്യൂവിനെ ഈ ഐക്ക് എടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ബേസിക് വാല്യൂവിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഇൻക്രിമെന്റഡ് വാല്യൂവിനായിരിക്കും നമ്മൾ ആദ്യമേ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ while ലൂപ്പ് വെച്ചിട്ട് ഫാക്ടോറിയൽ ചെയ്യാനുള്ള ടെക്നിക് പ്രോഗ്രാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡു while സ്റ്റേറ്റ്മെന്റ്. ഡു while സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡു ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചെക്ക് ദ കണ്ടീഷൻ. അതായത് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത്, ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. while ആണെങ്കിലോ നമ്മൾ അകത്തോട്ട് പോകുമ്പോഴേ while കണ്ടീഷൻ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? ഇവിടെ ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചെയ്ത ശേഷമാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ പറയുന്നത് while സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എൻട്രി കൺട്രോളും ഡു while എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് കൺട്രോളും ആണ്.
അപ്പൊ നമ്മൾ ബോഡി ഓഫ് ദ വൈൽ ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടോ, ആദ്യമേ ഇത് എന്തായാലും ഒരു വട്ടമെങ്കിലും ചെയ്യും. ചെയ്ത ശേഷമാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ട്രൂ ആണെങ്കിൽ നമ്മൾ തിരിച്ചിവിടെ വരും, ഫോൾസ് ആണെങ്കിൽ നമ്മൾ പുറത്തു പോകും. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ എക്സാമ്പിൾ വരുമ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ട് പ്രോഗ്രാം ടു ഫൈൻഡ് ഏരിയ ഓഫ് എ റെക്ടാംഗിൾ യൂസിങ് ഡു വൈൽ ലൂപ്പ്. ഏരിയ ഓഫ് എ റെക്ടാംഗിൾ കണ്ടുപിടിക്കാൻ പോകണം. നമ്മള് ഫ്ലോട്ട് ആയിട്ട് ലെങ്ത് ഡിക്ലെയർ ചെയ്തു, ബ്രെഡ്ത്ത് ഡിക്ലെയർ ചെയ്തു, ഏരിയയും ഡിക്ലെയർ ചെയ്തു. ഇവിടെ നമ്മൾ ക്യാരക്ടർ ആയിട്ട് ഒരു CH എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ഡു, കണ്ടോ, ഡു ദ സ്റ്റേറ്റ്മെന്റ് then check the condition. അങ്ങനെ ഇത് ഓർത്ത് വെക്കണം. Do the statement and then check the condition. Okay. So do, see out, enter the length and breadth. So see out, enter the length and breadth. നമ്മൾ length ന്റെ വാല്യൂ കൊടുത്തു, breadth ന്റെ വാല്യൂ കൊടുത്തു. Area is equal to length into breadth. See out, area is equal to area. Next step, see out any more rectangle, yes or no. C in CH. കണ്ടോ, ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു, ഏരിയ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്ത ശേഷം അടുത്ത മെസ്സേജ് നിങ്ങൾക്ക് സ്ക്രീനിൽ വരും. See out any more rectangle. ഇനി നിങ്ങൾക്ക് റെക്ടാംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വാല്യൂസ് വേണോ, yes or no. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഒന്നുകിൽ എസ് കൊടുക്കും അല്ലെങ്കിൽ നോ കൊടുക്കും. അതായത് ഒന്നുകിൽ നമ്മൾ y കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ n കൊടുക്കും. ആണല്ലോ, ആ CH ആണ് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത് ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ പുറത്തു വരും. പുറത്തു വന്നിട്ട് ദാറ്റ് ഈസ് യു ഹാവ് ഓൾറെഡി ഗിവൺ എ വാല്യൂ. അതാണ് ഡു ദ സ്റ്റേറ്റ്മെന്റ്. വാല്യൂ കൊടുത്തു. കൊടുത്ത ശേഷമാണ് വന്നിട്ട് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, while CH is equal to y. സ്മോൾ ലെറ്റർ y ഓ ക്യാപിറ്റൽ ലെറ്റർ y ഓ, ഇതാണ് ലോജിക്കൽ ഓർ. നമുക്കറിയാം, ഇതിൽ ഏതെങ്കിലും കൊടുത്തെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും അത് ഡൂയിൽ വരും, ഇത് ചെയ്യും. ഇപ്പൊ ഇവിടെ നമ്മൾ നോ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നോ വന്നു, റിട്ടേൺ 0 ആൻഡ് ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ഒപ്പം എഴുതി. ഓർക്കുന്നുണ്ടാവും എന്തിനായിരുന്നു ബ്രേക്ക് യൂസ് ചെയ്തേ, നമ്മളത് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോകണ്ട, ലൂപ്പിന് ഉള്ളില് ഇനിയും അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് താഴോട്ട് ചെയ്യാതെ ലൂപ്പിന് പുറത്തു പോവുക, അതാണ് അല്ലെ ടെർമിനേഷൻ. അതാണ് നമ്മൾ ബ്രേക്ക് വെച്ചിട്ട് ചെയ്തത്. സ്വിച്ചിനകത്തിൽ എഴുതി കേസ് 1, അത് കഴിഞ്ഞ് സ്റ്റേറ്റ്മെന്റ് എഴുതിയ ശേഷം നമ്മൾ താഴെ എന്താ ചെയ്തത്, ബ്രേക്ക്. അതായത് കേസ് 1 ആണെന്നുണ്ടെങ്കിൽ ചെയ്ത ശേഷം ബ്രേക്ക് ചെയ്ത് സ്വിച്ചിന്റെ ലൂപ്പിൽ നിന്നും ജമ്പ് ചെയ്ത് പോവുക. ഇമ്പോർട്ടന്റ് ആണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഡിഫറൻസ് ചോദിക്കുന്നതാണ്. So when the break statement is encountered inside a loop, the loop is immediately terminated and program control resumes at the next statement following the loop. ലൂപ്പിന് പുറത്തു വരും. പുറത്തു വന്നിട്ട് അതിനുശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. It can be used to terminate a case in the switch statement. അപ്പൊ നമ്മൾ ബ്രേക്കിനകത്തില്ല, ഞാനിവിടെ എക്സാമ്പിൾ മെൻഷൻ ചെയ്തിട്ടില്ല. സ്വിച്ച് പ്രോഗ്രാമിന്റെ ഒരു നമ്മൾ അന്ന് പഠിച്ച ആ ക്ലാസ്സിൽ പഠിച്ച ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ടിന്യൂ വാക്കിന്റെ അർത്ഥം എന്താ, കണ്ടിന്യൂ ചെയ്ത് പോവുക അല്ലെ. അത് ഒരു ഐറ്ററേഷനിൽ ബ്രേക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സീരിയൽ നമ്പർ പ്രിന്റ് ചെയ്യണം അല്ല, നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മൾ ന്യൂസ് പേപ്പർ നമ്മളുടെ വീട്ടിൽ അടുക്കി വെക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ന്യൂസ് പേപ്പർ എല്ലാം കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് ന്യൂസ് പേപ്പർ മാത്രമേ നമ്മൾ അടുക്കുന്നുള്ളൂ. സോ ന്യൂസ് പേപ്പർ അടുക്കി വന്നപ്പം നമ്മൾ കണ്ടിന്യൂന്റെ എക്സാമ്പിൾ പറയാണ്. ന്യൂസ് പേപ്പർ അടുക്കി വന്നപ്പം ഇടയ്ക്ക് നമുക്കൊരു മാഗസിൻ കിട്ടി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, മാഗസിനെ എടുത്ത് മാറ്റി വെക്കും. ഓക്കെ, മാറ്റി വെച്ച ശേഷം പിന്നെ അടുത്ത പേപ്പർ എടുത്ത് അടുക്കി വെക്കും അല്ലെ. അതാണ് കണ്ടിന്യൂന്റെ എഫക്ട്. അതായത് ഓഡ് മാൻ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അയാളെ എടുത്ത് മാറ്റി വെച്ച ശേഷം കണ്ടിന്യൂ ചെയ്യുക. അതായത് ഐറ്ററേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഐറ്ററേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ തവണ നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലി ഉണ്ടല്ലോ, ആ സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്തു പോവുക. അതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ബ്രേക്സ് വൺ ഐറ്ററേഷൻ ഇൻ ദ ലൂപ്പ് ഇഫ് എ സ്പെസിഫൈഡ് കണ്ടീഷൻ ഓക്കേഴ്സ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന മാഗസിനെ മാറ്റി വെക്കുക, അതാണ് കണ്ടീഷൻ. ആ കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന, ഐറ്ററേഷൻ അവിടെ വെച്ച് തൽക്കാലം ഒന്ന് നിന്നു, നമ്മൾ മാഗസിൻ മാറ്റി വെച്ചു, വീണ്ടും നമ്മൾ പേപ്പർ എടുത്തു. ആൻഡ് കണ്ടിന്യൂസ് വിത്ത് ദ നെക്സ്റ്റ് ഐറ്ററേഷൻ ഇൻ ദ ലൂപ്പ്.
ഓക്കെ. സോ ബ്രേക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നിങ്ങളോട് അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം എക്സാമിന്. ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++. സോ അന്നേരം കണ്ടിന്യൂവും ബ്രേക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ. ഓക്കെ. ഇനി കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ. ദിസ് പ്രോഗ്രാം സ്കിപ്സ് ദ വാല്യൂ 4. 4 എന്നുള്ള വാല്യൂ ഇപ്പൊ ഇവിടെ പ്രോഗ്രാം സ്കിപ്പ് ചെയ്യാൻ പോവാണ്. കണ്ടോ, 1 2 3 4 ഇല്ല. സി, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻറ്റു മെയിൻ, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫോർ ലൂപ്പ് എഴുതി. ഫോർ ലൂപ്പ് എഴുതിയിട്ട് i is equal to 0, i less than 10. 0യിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ലെസ് ദാൻ 10 മതി. കാരണം 0th നമ്പർ നമ്മൾ ഫസ്റ്റ് നമ്പർ ആയിട്ട് കൗണ്ട് ചെയ്തേക്കുവാണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ. സോ 0 to 9 അങ്ങനെ നമുക്ക് 10 നമ്പേഴ്സ് വേണം, 10 എണ്ണം വേണം. അതാണ് നമ്മളിവിടെ 10 നമ്മൾ 0ത്തിൽ കൗണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലെസ് ദാൻ കൊടുത്തത്. ഓക്കെ. സോ ഇഫ് i is equal to 4, i യുടെ വാല്യൂ എപ്പോഴാണോ 4 ആകുന്നത് അപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ആ മറ്റേ വാല്യൂസിനെ നമ്മൾ എല്ലാം പ്രിന്റ് ചെയ്യാം. സോ അപ്പം നമ്മൾ i is equal to 0, i is equal to 4 അല്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നേരെ ഇവിടെ വരും, 0 പ്രിന്റ് ചെയ്യും. വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്, i യുടെ വാല്യൂ ഇൻക്രീസ് ആയപ്പോ i 1 ആയി. 1 ആയപ്പോൾ നോക്ക്, ആദ്യമേ കണ്ടീഷൻ നോക്കും, 4 അല്ല. 4 ആണെങ്കിലേ ഇതിനകത്തോട്ട് കയറത്തുള്ളൂ. ഓക്കെ, 4 ആണെങ്കിൽ മാത്രമേ ifനകത്ത് കയറത്തുള്ളൂ. സോ 1 അല്ല, 0 1 കിട്ടി, നമ്മൾ ആ 1 പ്രിന്റ് ചെയ്തു. 2 കിട്ടി, 3 കിട്ടി. 3 കിട്ടിക്കഴിഞ്ഞ് പിന്നെ എന്തായി, i യുടെ വാല്യൂ 4 ആയി. 4 നോക്ക്, കണ്ടീഷൻ മാച്ച് ചെയ്തു. മാച്ച് ചെയ്തപ്പോൾ നമ്മൾ അതിനകത്ത് കയറി കണ്ടിന്യൂ, അതായത് 4 പ്രിന്റ് ചെയ്യാതെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത i യുടെ വാല്യൂ 5 ആയി, 6 ആയി, ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റിന്റെ യൂസ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ while, do while, break and continue. So jump statement എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ you can write break and continue statement. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് പോർഷൻസ് ആണ് നമ്മളുടെ എക്സാമിനേഷന്. എല്ലാവരും നീറ്റായിട്ട് പഠിക്കാം. താങ്ക് യു.